കേരളത്തിലെ ക്ഷേത്രത്തിലെ മ്യൂറൽ ചിത്രം വരച്ച ആദ്യത്തെ വനിത ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അത് കെ ശ്യാമളകുമാരിയാണ്. കേരളത്തിന്റെ മ്യൂറൽ ചിത്രകലയിൽ സ്ത്രീകൾക്ക് വഴി തുറന്ന ഒരു കലാകാരിയാണ് ശ്യാമളകുമാരി. 2018 നാരീശക്തി പുരസ്കാരം നൽകി ഇവരെ ആദരിച്ചു. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന സൈനികേതര സമ്മാനമാണ് നാരീശക്തി പുരസ്കാരം. എൻ്റെ പേര് ശ്യാമളകുമാരി എന്നാണ്. ഞാൻ ഒരു മ്യൂറൽ ആർട്ടിസ്റ്റായിരുന്നു. ആദ്യം എനിക്ക് ചിത്രകല പഠിക്കാൻ ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞത് ഒരു ആർട്ടിസ്റ്റാണ് എന്നെ കല്യാണം കഴിച്ചത്. മ്യൂസിയം ചീഫ് ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി കുഞ്ഞുങ്ങളൊക്കെ ആയ ശേഷം ഞാൻ ആർട്ട് പഠിച്ച് ഫൈൻ ആർട്സിൻ്റെ ഡിപ്ലോമ എടുത്തു. അത് കഴിഞ്ഞ ശേഷം ഞാൻ മ്യൂറൽ പഠിച്ചു. അത് ഹസ്ബൻഡ് തന്നെയാണ് എന്നെ മ്യൂറൽ പഠിക്കാനും പഠിപ്പിച്ചത്. മ്യൂറൽ പഠിച്ച് ഇന്ന് കേരളത്തിലല്ല പുറത്തും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി ഞാൻ. അതുപോലെ തന്നെയാണ് ഞാൻ ക്ഷേത്ര ചുവരിൽ വരച്ചു. അതും ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ അനുഭവത്തോടുകൂടിയാണ്. 2003 ഞാൻ അവിടെ ചിത്രം വരച്ചത്. പക്ഷേ അവാർഡ് കിട്ടിയത് 2017 ഇന്നിപ്പോൾ ക്യാൻവാസിൽ മാത്രമല്ല ചിത്രം വരയ്ക്കുന്നത്. ക്യാൻവാസ്, സാരിയിൽ, പിന്നെ ടെറോക്കോട്ട, മറ്റു മീഡിയങ്ങളിലെല്ലാം വരയ്ക്കുന്നുണ്ട്. മാല ചെയ്യുന്നുണ്ട്. മാല എല്ലാം മ്യൂറലാണ്. ഇങ്ങനെ പല സ്ഥാനത്തിലും ഞാൻ വരയ്ക്കാറുണ്ട്. ഇതിപ്പോൾ സമയം കണ്ടെത്തുക മാത്രം. എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് എപ്പോഴും വരയ്ക്കുന്നത് നമുക്കൊരു ഇൻകവും കൂടെ കിട്ടുന്നല്ലോ. അങ്ങനെ രണ്ട് ഇതുമുണ്ട്, വരുമാന മാർഗവും കൂടെയാണ്. പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വീട്ടമ്മയാണ്. ഇപ്പോൾ സ്കൂൾ ടീച്ചറായിരുന്നു, പെൻഷനായ ശേഷം വീട്ടമ്മയാണ് ഇപ്പോഴും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തൊഴിൽ. ഇങ്ങനെ ചിത്രം വരയ്ക്കുക, എക്സിബിഷനിൽ പങ്കെടുക്കുക, പിന്നെ കുട്ടികളെ പഠിപ്പിക്കുക, ഇങ്ങനെ പോകുന്നു.